പള്ളിത്തർക്കത്തിൽ മുഖ്യമന്ത്രിയിൽ വിശ്വാസമർപ്പിച്ച് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ സഭയുടെ അസ്തിത്വം സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുന്നുവെന്നും യാക്കോബായ സഭയ്ക്ക് നീതി കിട്ടണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണെന്നും ബാവ പറഞ്ഞു. പള്ളിത്തർക്കത്തിൽ ചർച്ച ചെയ്യാം എന്നത് സഹോദര സ്നേഹത്തോടെയാണെങ്കിൽ സഹകരിക്കും എന്നായിരുന്നു നിയുക്ത ശ്രേഷ്ഠ ബാവ ജോസഫ് മോർ ഗ്രിഗോറിയോസിന്റെ പ്രതികരണം. His Excellency, the Chief Minister, during the funeral of Catholicos Bava, where he repeated his promise to help this church which is being persecuted, to help this church survive and acquire its own identity. Therefore, we express our gratitude and appreciation to the Chief Minister for his words, and we do expect and hope that he will be able to do what he promised and to give justice to these hundreds of thousands of people who are being denied justice. വ്യവഹാരങ്ങൾ അവസാനിക്കണം, സഭയിൽ സമാധാനമുണ്ടാകണം, കോടതികളിലൂടെയുള്ള തീർപ്പുകൾ അന്തിമമാകുന്നില്ലെങ്കിൽ സഹോദരങ്ങളായി ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. പരിശുദ്ധ സഭയുടെ അസ്തിത്വം നിലനിർത്തണം. അതിലൊരു കുറവും സംഭവിക്കുവാൻ പാടില്ല. കാരണം അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല. ആരോടും വൈരാഗ്യമില്ല, മുൻവിധിയോടുകൂടി ഒന്നും സംസാരിക്കുന്നുമില്ല. ചർച്ച ചെയ്യണമെന്ന് സഹോദര സ്നേഹത്തോടുകൂടിയാണ് എങ്കിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതായ ഉത്തമമായ ബോധത്തോടുകൂടിയാണെങ്കിൽ പരിശുദ്ധ സഭ എല്ലാ അർത്ഥത്തിലും അതിനോട് സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിവിടെയും പരിശുദ്ധ ബാവായുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുന്നു. സൈഫിനിസ ലിയാറിന്റെ വിവരങ്ങളുമായി. സൈഫിനിസ, രണ്ട് പ്രസംഗങ്ങളും കേട്ടു. ഇപ്പോൾ യാക്കോബായ സഭ പരമാധ്യക്ഷൻ സഭയ്ക്കകത്തെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാനാകാതെ അദ്ദേഹം വേഗത്തിൽ മടങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ സഹകരണം തേടുകയാണ് ഇപ്പോൾ സ്ഥാനമേറ്റ ബാവയും. എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? സർക്കാരിൽ നിന്ന് ഏതു തരത്തിലുള്ള സഹായമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? നിലവിൽ സർക്കാർ മധ്യസ്ഥ ചർച്ചകൾ ഇതിനകം നടത്തി കഴിഞ്ഞതാണ്. പക്ഷേ സമാധാനത്തിൻ്റെ ഒരു കാൽവെപ്പ് യാക്കോബായ സഭയിൽ നിന്നും ഒരടി മുന്നോട്ടുണ്ടായിട്ടുണ്ട്. ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന പ്രതികരണം അവരിൽ നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് കോടതി ഉത്തരവിൻ്റെ സാഹചര്യത്തിൽ. തീർച്ചയായും സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർത്തഡോക്സ് സഭ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുകയും യാക്കോബായ സഭയും അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന വാർത്തകൾ വരികയും ചെയ്യുമ്പോൾ പാത്രിയാർക്കീസ് ബാവ തുറന്ന് സംസാരിക്കുകയാണ്. അതായത് ഈ യാക്കോബായ സഭയുടെ അസ്തിത്വം നിലനിർത്തണമെന്ന് മുഖ്യമന്ത്രി ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ ബാവ അന്തരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ആ വാക്കുകളെ താൻ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾക്ക് താൻ നന്ദി പറയുകയും ചെയ്യുകയാണ്. നീതി നിഷേധിക്കപ്പെട്ട യാക്കോബായ സഭയ്ക്ക് നീതി ലഭിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് പാത്രിയാർക്കീസ് ബാവ ഇന്ന് പുത്തൻകുരിശിൽ നടന്ന 40ാം ചരമദിന പരിപാടികൾക്കിടെ പറഞ്ഞത്. ഈ നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവ ജോസഫ് മാർ ഗ്രിഗോറിയോസും അതുതന്നെയാണ് പറഞ്ഞത്. വ്യവഹാരങ്ങൾ അവസാനിക്കണം, സഭയിൽ സമൂഹത്തിനകത്ത് സമാധാനം പുലരണം, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാം, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകണം, മാർഗങ്ങൾ തുറക്കപ്പെടട്ടെ എന്നാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ, നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവയും പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സമാധാനമുണ്ടാകണമെന്ന ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ്റെ ആഹ്വാനം ആത്മാർത്ഥതയോടെയാണ് എങ്കിൽ യാക്കോബായ സഭ അതിനോട് സഹകരിക്കും എന്നാണ്. അതായത് ഒരു തുറന്ന ചർച്ചകൾക്ക്, ഒരു തുറന്ന മനസ്സോടെ യാക്കോബായ സഭ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഇന്നത്തെ ബസേലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ചരമദിന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങുകളുടെ ഭാഗമായുള്ള പ്രസംഗത്തിലുടനീളം അവർ പറഞ്ഞത്. അതായത് പള്ളിത്തർക്കം തന്നെയാണ് പ്രധാന വിഷയം. വലിയ രീതിയിൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സഭ കടന്നു പോകുന്നത്. ആ പ്രതിസന്ധിയെ അതിജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾക്കും കേസുകൾക്കും നിൽക്കാതെ ഇനി സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട്, സമാധാനത്തിൻ്റെ പാതയിൽ നീങ്ങിക്കൊണ്ട്, തുറന്ന ചർച്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനും നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവയും പറയുന്നത്. സൈഫിനിസ ലിയാറാണ് വിവരങ്ങൾ.